ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ ചാനലിൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സീരീസാണിത്. നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഒരു ഷൈനസ്, നാണമൊക്കെ വരുന്നുണ്ട്, ആളുകളുമായിട്ട് ശരിക്കും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുകയും അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുകയും ചെയ്താൽ 100% ഗ്യാരണ്ടീഡ് ആണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ആയിരിക്കും, നിങ്ങൾ കോൺഫിഡൻ്റ് ആയി മാറിയിരിക്കും. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ, നിങ്ങൾ പേയ്മെൻറ്റ് തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളുടെ ചാനൽ നോക്കിയാൽ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന് പേരുള്ള ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. സോ ഈ പ്ലേലിസ്റ്റിലേക്ക് ഈ സീരീസിലെ എല്ലാ വീഡിയോസും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് നമ്മളുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദി ആർട്ട് ഓഫ് മേക്കിംഗ് ഫ്രണ്ട്സ്, എങ്ങനെ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാം. സോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലേ. പക്ഷേ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യണം. നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലും ക്യാരക്ടറിലും ഓവറോൾ വെൽബീയിങ്ങിലും ഒക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നൊരു സംഭവമാണ് നമ്മളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സോ എങ്ങനെ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തണം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനൊക്കെയുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു നല്ല ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് ശേഷമാണല്ലോ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ. സോ ഒരു നല്ല ഫ്രണ്ടിൻ്റെ 4 ക്വാളിറ്റീസ് ഞാൻ പറയാം. ലോയൽറ്റി, ഓണസ്റ്റി, എംപതി ആൻഡ് കൈൻഡ്നെസ്. ലോയൽറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനോട് അവർ വളരെ കമ്മിറ്റഡ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നല്ല കാലം വരുമ്പോഴും മോശം കാലം വരുമ്പോഴും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓണസ്റ്റി എന്ന് വെച്ചാൽ അവരെപ്പോഴും സത്യസന്ധരായിരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും സത്യമാണെങ്കിൽ അവരത് നിങ്ങളോട് തുറന്ന് പറയും. എംപതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവർ മനസ്സിലാക്കും. ആൻഡ് കൈൻഡ്നെസ് എന്ന് വെച്ചാൽ അവർ നിങ്ങളെ റെസ്പെക്റ്റോട് കൂടി, കമ്പാഷനോട് കൂടി ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ നല്ല ഫ്രണ്ട്സിനെ നോക്കുന്ന സമയത്ത് ഈ ക്വാളിറ്റീസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടെത്തി എന്നാൽ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ചലഞ്ചസ് വരാം, കുറേ ഒബ്സ്റ്റാക്കിൾസ് വരാം. അത്തരത്തിലുള്ള ഒരു വലിയ ഒബ്സ്റ്റാക്കിളാണ് ഷൈനസ് അഥവാ നാണം. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. മറ്റുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യാനും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് ഒബ്സ്റ്റാക്കിൾ എന്ന് പറയുന്നത് സോഷ്യൽ ആൻസൈറ്റിയാണ്, മറ്റുള്ള ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു പേടി. ആൻഡ് ഫൈനലി, സമയം കിട്ടാത്ത പ്രശ്നവും ചിലർക്കുണ്ട്, കാരണം ചില ആളുകൾ ഭയങ്കര ബിസി ആയിരിക്കും. സോ ഈ ചലഞ്ചസ് ഒക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാം, അതിനുള്ള 5 ടിപ്സ് ഞാൻ പറയാം. നമ്പർ 1, പ്രാക്ടീസ് സോഷ്യൽ സ്കിൽസ്. നിങ്ങൾ ഷൈ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിക്കോളാം. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ കുറേ കാണാപ്പാടം പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോണിന് പുറത്ത് വരാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കാം. നിങ്ങൾക്ക് കുറച്ച് എക്സിസ്റ്റിംഗ് ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ, അവരോട് കൂടുതൽ സംസാരിക്കാം. അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, അവരോട് കുറേ സംസാരിക്കാം. അങ്ങനെ നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് നമ്പർ 2, ജോയിൻ ഗ്രൂപ്പ്സ് ഓർ ക്ലബ്സ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകും, ക്ലബ്ബുകൾ ഉണ്ടാകും. അതിലൊക്കെ ജോയിൻ ചെയ്യുക. ബിക്കോസ് അവിടെ നിങ്ങളുടെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പുതിയ ആളുകളുണ്ടാവും, അവരെ മീറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ആൻഡ് നമ്പർ 3, അറ്റൻഡ് സോഷ്യൽ ഇവൻറ്റ്സ്. സോഷ്യൽ ഇവൻറ്റ്സ് ലൈക്ക് കല്യാണം, നിശ്ചയം, ബർത്ത്ഡേ പാർട്ടീസ്, ഇത്തരത്തിലുള്ള സോഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ മടിച്ചിരിക്കാതെ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്. ആൻഡ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണെങ്കിൽ നിങ്ങളെ ഒരു ഫ്രണ്ടിനെയും ഒപ്പം കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടും. നമ്പർ 4, വോളണ്ടിയറിങ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വോളണ്ടിയറിങ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരിക്കും വോളണ്ടിയറിങ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ്, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമ്പോൾ ഒരുപാട് സന്തോഷവും കിട്ടും. ആൻഡ് നമ്പർ 5, യൂസ് ടെക്നോളജി. ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ഏജിൽ ഇത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ടിപ്പാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സെയിം ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. സെയിം ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടാകും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് പുതിയ ആളുകളെ മീറ്റ് ചെയ്യേണ്ടത് എന്ന്. ഇനി ഈ മീറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് എങ്ങനെ നല്ലൊരു കോൺവെർസേഷൻ
ബിൽഡ് ചെയ്യാം? അതിനുള്ള കുറച്ച് ടിപ്സ് കൂടി പറഞ്ഞുതരാം. നമ്പർ 1, ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് പകരം മറ്റേ ആളെ കുറച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിനക്ക് സിനിമ കാണാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന് ചോദിക്കുക. സിനിമ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ്, ഓക്കെ എന്നും പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ആകാം. പകരം ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏതാണ് അതിലെ ഫേവറേറ്റ് സീൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ മറ്റേ ആൾ നിങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും. നമ്പർ 2, ലിസൺ ആക്റ്റീവ്ലി. മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ശരിക്കും കേൾക്കുക, അവർ പറയുന്നത് മനസ്സിലാക്കുക. അല്ലാതെ അവർ നിങ്ങളോടൊരു കാര്യം പറയുന്നു പക്ഷേ നിങ്ങൾ വേറെ എവിടെയോ നോക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ ആ കോൺവെർസേഷന് വാല്യൂ ഉണ്ടാവുമോ? അയാൾ പിന്നീട് നിങ്ങളോട് സംസാരിക്കാൻ വരുമോ? ഇല്ല. സോ അവർ പറയുന്നത് കേൾക്കുക. ആൻഡ് അതേപോലെ അവർ പറഞ്ഞ കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഇവർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. നമ്പർ 3, ഷെയർ എബൌട്ട് യുവർ സെൽഫ്. അവർ പറയുന്നത് മാത്രം കേട്ടാൽ മതിയോ? പോരാ, നിങ്ങളുടെ കാര്യങ്ങൾ അവരുടെ അടുത്തും ഷെയർ ചെയ്യാം. അപ്പോഴേ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ സംസാരിക്കുമ്പോൾ ജെനുവിനായിട്ട് സംസാരിക്കുക, ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ചുമ്മാ കത്തിയടിക്കാൻ നിൽക്കരുത്. ഓക്കെ. ആൻഡ് നമ്പർ 4, ഫോളോ അപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൺസ് നിങ്ങളൊരാളുമായിട്ട് നല്ലൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് പിന്നെയും നിങ്ങൾ കണക്ട് ചെയ്യണം. ലൈക്ക് ഇടയ്ക്കൊക്കെ ഒരുമിച്ച് പുറത്ത് പോവുക, ഫോണിൽ മെസ്സേജ് ചെയ്യുക, സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ അവരെ കൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വിളിക്കുക, ഇൻവൈറ്റ് ചെയ്യുക. അവർ നല്ലൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ അവരുമായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഒരു നല്ല ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ്, എങ്ങനെ പുതിയ ആളുകളെ മീറ്റ് ചെയ്യണം, എങ്ങനെ നല്ലൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യണം, എങ്ങനെ അവരുമായിട്ടുള്ള ടച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.